ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഒരു പോയത്തിൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗിയാണ് അല്ലേ. വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? എപ്പോഴാണ് മഴ നല്ല ഭംഗിയുള്ളതായിട്ട് കാണപ്പെടുക? എപ്പോഴാണ്? നമ്മൾ പോയത്തിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ദ റെയിൻ ലുക്സ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടിയാണ് അല്ലേ, പൊടിപടലങ്ങൾ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂട്. അപ്പം ഡസ്റ്റിനും ഹീറ്റിനും ശേഷമാണ് മഴ നല്ല ഭംഗിയുള്ളതായിട്ട് കാണപ്പെടുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ റെയിൻ അഫക്റ്റ് ദ പീപ്പിൾ ആൻഡ് പ്ലേസസ്? പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആളുകളാണ്, ജനങ്ങൾ അല്ലേ. പ്ലേസസ് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളാണ്. അഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധിക്കുക. അപ്പോൾ ഹൗ ഡസ് ദ റെയിൻ അഫക്റ്റ് ദ പീപ്പിൾ ആൻഡ് പ്ലേസസ്? എങ്ങനെയാണ് മഴ ജനങ്ങളെയും അതേപോലെ തന്നെ സ്ഥലങ്ങളെയും ബാധിക്കുന്നത് എന്നാണ് ചോദ്യം. ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ദ റെയിൻ ബ്രിങ്സ് റിഫ്രഷ്മെൻറ്റ് ടു ദ പീപ്പിൾ ആൻഡ് ദ പ്ലേസസ്. ഓക്കെ, അപ്പം എന്താണ്? പൊടിക്കും ചൂടിനുമൊക്കെ ശേഷം മഴ ആളുകളിലേക്കും അതേപോലെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് കൊണ്ടുവരും. റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം മാറി ഒരു ഉന്മേഷം വരുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ പൊടിയും ചൂടും ഒക്കെ ആയിട്ട് ആളുകളാകെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം മഴ വരുന്ന സമയത്ത് ആളുകളെ അതെങ്ങനെയാണ് ബാധിക്കുക? അവർക്ക് കൂടുതൽ ഒരു ഉന്മേഷം വരെ ഒരു റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് സീൻ ആഫ്റ്റർ എ ഹെവി റെയിൻ. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു ശക്തമായ മഴയ്ക്ക് ശേഷം നമ്മളുടെ ചുറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അത്തരത്തിലുള്ള കുറച്ച് ചേഞ്ചസ്, നിങ്ങൾ കണ്ടിട്ടുള്ള ചേഞ്ചസ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് മുകളിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ദ എയർ ഫീൽസ് ഫ്രഷർ. അപ്പം എയർ, നമുക്ക് ചുറ്റുമുള്ള വായു കുറച്ച് ഫ്രഷറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ദ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ലുക്ക് ഗ്രീനർ ആൻഡ് ഫ്രഷ്. അപ്പം ട്രീസ്, മരങ്ങളും പ്ലാന്റ്സ്, ചെടികളുമൊക്കെ കൂടുതൽ പച്ചപ്പ് നിറഞ്ഞതായിട്ട് കാണാൻ പറ്റും. കാരണം എന്താണ്? മഴയ്ക്ക് മുൻപ് പൊടിയും കാറ്റും ഒക്കെ ആയിട്ട് ആകെ ഡസ്റ്റ് പിടിച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ അവർ നല്ലപോലെ കുളിക്കില്ലേ, നല്ല ശക്തമായിട്ടുള്ളൊരു മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ മരങ്ങളും ചെടികളും ഒക്കെ നനഞ്ഞ് അവരൊന്ന് കുളിച്ച പോലെ ആവും. അപ്പോൾ അവർ കൂടുതൽ എന്താണ്, പച്ചപ്പ് നിറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഫ്രഷ് ആയിട്ടും കാണാൻ പറ്റും. ടെൻഡർ ഷൂട്ട്സ് ഹാവ് അപ്പിയർഡ്. അതിനുശേഷം എന്താണ്? ചെറിയ മുകുളങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ടെമ്പറേച്ചർ ഹാസ് ഡ്രോപ്ഡ്. പിന്നെ എന്താണ്? മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചൂടൊക്കെ ഒന്ന് കുറയും. ക്രിയേറ്റിംഗ് എ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ. അപ്പം അതിലൂടെ എന്താണ്? നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം കിട്ടും അല്ലേ. ഒരു റിഫ്രഷ്മെൻ്റ് ഉള്ള, ഒരു നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പിന്നീട് നമുക്ക് ഉണ്ടാവുക മഴയ്ക്ക് ശേഷം അല്ലേ. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്കത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. നാലാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ? ഒരു മഴയുള്ള ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുക്കാം. ഓൺ എ റെയിനി ഡേ ഐ വുഡ് ലൈക്ക് ടു മേക്ക് പേപ്പർ ബോട്ട്സ് ആൻഡ് ഫ്ലോട്ട് ദം ഇൻ റെയിൻ വാട്ടർ. എന്താണ്? മഴയുള്ള ദിവസം എനിക്കിഷ്ടമാണ് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കാൻ. അതായത് തോണി ഉണ്ടാക്കില്ലേ നമ്മൾ പേപ്പർ വെച്ചിട്ട്, അങ്ങനെ പേപ്പർ വെച്ച് ബോട്ട് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. ഫ്ലോട്ട് ദം ഇൻ റെയിൻ വാട്ടർ, എന്നിട്ട് അതിനെ മഴവെള്ളത്തിൽ അങ്ങനെ ഒഴുക്കി വിടും. ഇതിഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് അവിടെ എടുത്ത് എഴുതാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ. എൻജോയ് ഹോട്ട് ടീ വിത്ത് സ്നാക്സ്. എന്താണ്? നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിരിക്കാൻ നല്ല സുഖമല്ലേ. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഇത് എഴുതാം. സ്ലീപ്പ് റാപ്ഡ് ഇൻ എ ബ്ലാങ്കറ്റ്. പുതച്ച് മുടി കിടക്കാൻ നല്ല സുഖമാണല്ലേ. നല്ല മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പത്ത് പുതച്ച് മുടി കിടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് എഴുതാം. ആൻഡ് ലിസൺ ടു സ്റ്റോറീസ് ഫ്രം മൈ ഗ്രാൻഡ് പാരൻസ്. അതായത് നമ്മളുടെ മുത്തശ്ശൻ്റെ അടുത്തുനിന്നും മുത്തശ്ശീൻ്റെ അടുത്തുനിന്നും ഒക്കെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ കേട്ട്, കഥകളൊക്കെ ഇങ്ങനെ കേട്ട് മഴയത്ത് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ. മഴ നനഞ്ഞിരിക്കാൻ നല്ല കേട്ടോ, മഴയുള്ള സമയത്ത് കഥയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സൗണ്ട് ഓഫ് റെയിൻ.
അതായത് നമ്മളുടെ പോയത്തിൽ നിന്ന് മഴയുടെ ശബ്ദത്തെക്കുറിച്ച് പറയുന്ന ലൈൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്. റൂഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര അല്ലേ. അപ്പം മഴയുടെ ആ ഒരു ശബ്ദം മേൽക്കൂരയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്. ഹൂഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമ്പാണ്. അപ്പം എന്താണ്, മേൽക്കൂരയുടെ മുകളിലായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുളമ്പടി ശബ്ദം പോലെയാണ് കേൾക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മഴയുടെ ശബ്ദമാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ലൈൻസ് നമുക്കിവിടെ എഴുതാം. പിന്നെ നെക്സ്റ്റ് വരുന്ന ലൈൻസ് ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട് ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട്. സ്പൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട അല്ലെങ്കിൽ ഓവുചാല് എന്നുള്ള മീനിങ് ആണ്. ഗഷസ് മീൻസ് കുത്തി ഒലിച്ച് പോവില്ലേ, അതിനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ഓവുചാലിൽ നിന്ന് ഓവർഫ്ലോയിങ്, അതായത് എന്താണ്, കവിഞ്ഞൊഴുകാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുത്തി ഒഴുകിയാണ് ഈ ഓവുചാലിലെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നത്. സോ ഇതും വെള്ളത്തിൻ്റെ ശബ്ദത്തെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ 2 ലൈൻസ് നമുക്കിവിടെ എടുത്തെഴുതാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ നമ്മുടെ പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പോയത്തിൻ്റെ ലൈൻസിൻ്റെ ഏറ്റവും അവസാനമുള്ള വേർഡായിരിക്കും. ആ വേർഡ്സിൻ്റെ എന്താണ് എൻഡിങ് സൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ്, സ്ട്രീറ്റ്. അപ്പം എൻഡിങ് സൗണ്ട് സെയിം അല്ലേ, ട്. ഹീറ്റ്, സ്ട്രീറ്റ്. ദെൻ ലെയിൻ, റെയിൻ. പിന്നെ റൂഫ്സ്, ഹൂഫ്സ്. എൻഡിങ് സൗണ്ട് സെയിം അല്ലേ. ഔട്ട്, സ്പൗട്ട്. വൈഡ്, ടൈഡ്. ഇതൊക്കെയാണ് നമ്മളുടെ പോയത്തിൽ വരുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.